ഇനിയും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഒരു തീവ്രവാദി ആക്രമണമോ അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ പ്രകോപനമോ ഉണ്ടായാൽ ഇറ്റ്സ് വാർ. വേറെ യാതൊന്നുമില്ല. ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടായാൽ ഇനി ഞങ്ങൾ യുദ്ധമാണ്. യുദ്ധത്തിനപ്പുറം വേറെ യാതൊരു മറുപടി ഇതിലുണ്ടാവില്ല. ഇനി ഒരു അന്താരാഷ്ട്ര ഇടപെടലിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ആക്രമണം അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്രകോപനം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് പിന്നെ യുദ്ധത്തിലേക്ക് കലാശിക്കുമെന്ന് നമ്മൾ ഇപ്പോൾ തന്നെ നേരത്തെ തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പാകിസ്ഥാന് വളരെ കൃത്യമായി മനസ്സിലാക്കി. ഈ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ദേ മീൻ ബിസിനസ്, ഇവർ ഉദ്ദേശിക്കുന്നത് പറയുന്നത് ചെയ്യുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് രാവിലെ 11 മണിക്ക് DGMO പാകിസ്ഥാൻ്റെ ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസ്, ഭാരതത്തിലെ ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസിനെ വിളിക്കുന്നത്. ഭാരതത്തിൻ്റെ സൈനിക പ്രതിനിധി സംസാരിക്കാൻ തയ്യാറായില്ല. പിന്നീട് ഉച്ചയ്ക്ക് 3:30 ശേഷമാണ് വീണ്ടും ഇവർ വിളിക്കുമ്പോൾ സംസാരിക്കാൻ പോലും നമ്മൾ തയ്യാറായത്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഇടപെടൽ ഉണ്ടാകാൻ ശ്രമിച്ചപ്പോഴും ഭാരതം വളരെ ശക്തമായിട്ട് തന്നെ ഇതിന് മറുപടി കൊടുത്തേ മതിയാവൂ എന്നുള്ള നിലയിൽ നിൽക്കുകയായിരുന്നു. പിന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ അറിയാമല്ലോ, തോക്കിൽ കയറി വെടിവെക്കുന്ന ഒരു നിലപാടുള്ളതുകൊണ്ട് അദ്ദേഹം ചാടിക്കയറി ക്രെഡിറ്റ് എടുത്തതാണ്. ഭാരതം അത് വളരെ കൃത്യമായി തന്നെ അങ്ങനെയല്ല നടന്നത് എന്ന് പറഞ്ഞിട്ടുമുണ്ട്.